ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഡിവൈൻ വോയിസിൻ്റെ വചനവേദിയിലേക്ക് ലോകത്തെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ ദിവസങ്ങളിൽ നമ്മൾ നിത്യരക്ഷയിലേക്ക് എന്നുള്ള ടൈറ്റിലിൽ കർത്താവ് നിത്യരക്ഷാനുഭവത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ വ്യക്തികളെ കാണുകയായിരുന്നു. പ്രധാനമായിട്ടും 5 പേരാണുള്ളത്. ഈ ദിവസങ്ങളിൽ നമ്മൾ സക്കേവൂസിനെക്കുറിച്ച്, ബർത്തിമീസിനെക്കുറിച്ച്, പാപിനിയായ സ്ത്രീയെക്കുറിച്ച്, അതുപോലെ രക്തസ്രാവക്കാരിയായ സ്ത്രീയെക്കുറിച്ചും നമ്മൾ കണ്ടു, ധ്യാനിച്ചു. ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് 10 കുഷ്ഠരോഗികളിൽ തിരികെ വന്ന് കർത്താവിനോട് നന്ദി പറഞ്ഞ വ്യക്തിയെക്കുറിച്ചാണ്. അദ്ദേഹമാണ് 5ാമത്തെ വ്യക്തി. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ വായിക്കുക. ഒരിക്കൽ കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്, ഈ 5 പേർ മാത്രമല്ല രക്ഷിക്കപ്പെട്ടത്. ആരൊക്കെയാണ് രക്ഷിക്കപ്പെട്ടത് എന്നുള്ളതിന് കർത്താവിന് മാത്രമേ കണക്കുള്ളൂ. പക്ഷേ ഈ 5 പേരുടെ കാര്യത്തിലാണ് സുവിശേഷത്തിൽ രക്ഷ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും രക്ഷിക്കപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. നമ്മളെല്ലാവരും മാമോദിസ സ്വീകരിച്ചതും ക്രൈസ്തവ സഭയിൽ അംഗങ്ങളായിരിക്കുന്നതും രക്ഷ സ്വീകരിക്കാനാണ്. അപ്പോൾ രക്ഷ സ്വീകരിച്ചവരെ ആഴത്തിൽ മനസ്സിലാക്കുന്നതും അവരെക്കുറിച്ച് അറിയുന്നതും അവരെ അടുത്തനുകരിക്കുന്നതും അതേ രക്ഷ നമുക്കും സംലഭ്യമാകാനായിട്ട് ഇടയാകുമല്ലോ. അതുകൊണ്ട് ഇവരെക്കുറിച്ചുള്ള ധ്യാനം നമ്മളെ കൂടുതൽ നിത്യരക്ഷയുടെ ചിന്തകളിലേക്ക് നയിക്കട്ടെ എന്നുള്ള ആമുഖത്തോടു കൂടി ഈ സുവിശേഷ ഭാഗം നമുക്ക് ഒരുമിച്ച് ശ്രവിക്കാം. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയാക്കും ഗലീലയ്ക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു. അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവർ സ്വരമുയർത്തി, യേശുവേ ഗുരോ, ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അവൻ യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവനൊരു സമരിയാക്കാരനായിരുന്നു. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കുഷ്ഠരോഗം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വളരെ അധികം ജനങ്ങൾ ഭയപ്പെട്ടിരുന്ന ഒരു രോഗമായിരുന്നു. കുഷ്ഠരോഗികൾക്ക് ശരീരത്തിൽ അസുഖമുണ്ട് എന്നുള്ളതിനേക്കാളും വേദനയായിരുന്നത് അവരുടെ മാനസികമായിട്ടുള്ള അവസ്ഥയാണ്. സ്വന്തം കുടുംബത്തിൽ പോലും ഇടമില്ലാതെ സമൂഹത്തിലെല്ലാവരാലും വെറുക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ടവരുടെ കൂട്ടായ്മയായിരുന്നു കുഷ്ഠരോഗികളുടെ കൂട്ടായ്മ. കുഷ്ഠരോഗം ദൈവത്തിൻ്റെ ശാപമാണെന്നാണ് യഹൂദർ കരുതിയിരുന്നത്. അതുകൊണ്ട് അവരെ ഒരു വിധത്തിലും സഹായിക്കാനോ അവരുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ ബന്ധം സ്ഥാപിക്കാനോ ആരും തയ്യാറായിരുന്നില്ല. ഈ കുഷ്ഠരോഗികളെല്ലാവരും അവരുടെ കുടുംബത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരായിരുന്നു. സ്വന്തം ജീവിത പങ്കാളിയെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ ഒന്നും കാണാനോ സംസാരിക്കാനോ അവരുമായിട്ട് അടുത്തിടപഴകാനോ, എന്തിനു പറയുന്നു, ഒരുമിച്ചിരുന്ന് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ അവർ മാറ്റി നിർത്തപ്പെട്ടവരായിരുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സ്ഥിതിഗതികൾ വ്യത്യസ്തമല്ലായിരുന്നു. അപ്പോൾ സാമൂഹ്യമായ ഒരു പശ്ചാത്തലത്തിൽ മാനസികമായിട്ട് ഇത്രമാത്രം വേദന അനുഭവിക്കുന്ന ഇവരെല്ലാവരും ഒരുമിച്ചാണ് മിക്കവാറും കഴിഞ്ഞിരുന്നത്. കാരണം ഒറ്റയ്ക്കാണ് കഴിയുന്നതെങ്കിൽ അവർ പലപ്പോഴും ആക്രമിക്കപ്പെടാനൊക്കെ സാധ്യതയുണ്ടായിരുന്നു. പലരും കല്ലെടുത്തെറിയാനും ഉപദ്രവിക്കാനും ഒക്കെ സാധ്യതയുണ്ടായിരുന്നത് കൊണ്ട് ഇവർ ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 10 കുഷ്ഠരോഗികളെ ഒരുമിച്ച് കാണുന്ന സുവിശേഷ ഭാഗത്തിൽ സാക്ഷികളാകുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, യഹൂദരായിരുന്നവരും വിജാതീയരായിരുന്നവരുമെല്ലാം ഒരുമിച്ചാണ് സഹവസിച്ചിരുന്നത് എന്നുള്ളതാണ്. കുഷ്ഠരോഗികളാകുമ്പോൾ അവർ എത്തരക്കാരാണ് എന്ന് പിന്നെ അവർ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. വിജാതീയനും സമരിയാക്കാരനും യഹൂദനുമെല്ലാം കുഷ്ഠരോഗം സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ കുഷ്ഠരോഗികളാകുമ്പോൾ ഒരുമിച്ചാണ് ജീവിച്ചിരുന്നത്. ഇങ്ങനെ 10 കുഷ്ഠരോഗികൾ ജീവിതത്തിലെ
എല്ലാ സ്വപ്നങ്ങളും തച്ചുടയ്ക്കപ്പെട്ട 10 പേര് ഒരുമിച്ച് ജീവിക്കുകയാണ്. അവർക്ക് മറ്റാരും കൂട്ടില്ല. തിരികെ സ്വന്തം ഭവനങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല. ജീവിതം ഇങ്ങനെ റോഡരികിലോ മറ്റെവിടെയെങ്കിലുമോ അവസാനിക്കുമെന്നുള്ള ഭയത്തിൽ ഒരുമിച്ച് ജീവിച്ച ഒരു കൂട്ടം മനുഷ്യർ. അവരുടെ മുൻപിലേക്ക് കർത്താവ് കടന്നു വരികയാണ്. മറ്റുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് കടന്നതുപോലെ സക്കേവൂസിൻ്റെ ഭവനത്തിൽ ബർത്തിമിയൂസിൻ്റെ മുൻപിലേക്ക്, രക്തസ്രാവക്കാരിയുടെയും പാപിനിയുടെയും മുമ്പിലേക്ക് കർത്താവ് കടന്നു വന്നതുപോലെ ഈ 10 കുഷ്ഠരോഗികളുടെ മുമ്പിലേക്കും കർത്താവ് കടന്നു വരികയാണ്. കർത്താവ് കടന്നു പോകുന്ന വഴിയിൽ വെച്ച് അവർ ക്രിസ്തുവിനെ കണ്ടു എന്നാണ് സുവിശേഷം പറയുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ കർത്താവിനെ അന്വേഷിച്ച് പോവുക മാത്രമല്ല, കർത്താവ് അവരെ തേടിക്കൂടി വരുന്ന ഒരു സമാഗമത്തിൻ്റെ അനുഭവമാണ് ഇവിടെ നമ്മൾ കാണാനായിട്ട് സാധിക്കുക. ഒരിക്കലും നമ്മൾ ക്രിസ്തുവിനെ തേടി പോവുകയല്ല, നമ്മളെ തേടി വരുന്ന ക്രിസ്തുവും നാം ക്രിസ്തുവിനെ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ പരസ്പരം കൂട്ടിമുട്ടുന്ന സമാഗമം സംഭവിക്കുന്ന അനുഭവമാണ് രക്ഷാനുഭവത്തിൻ്റെ ആദ്യത്തെ പടി. ഇവിടെയും അതുതന്നെയാണ് സംഭവിക്കുക. ഒരു യഹൂദനിൽ നിന്ന് ഒരു കുഷ്ഠരോഗി 16 അടിയെങ്കിലും ദൂരം പാലിക്കണമെന്നാണ് നിയമം. അങ്ങനെ ദൂരത്തായിരുന്ന ഈ കുഷ്ഠരോഗികൾ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും അകലെയായിരുന്ന കുഷ്ഠരോഗികൾ കർത്താവിനെ കണ്ടപ്പോൾ വലിയ വായിൽ നിലവിളിക്കുകയാണ്. അവർ കർത്താവിൻ്റെ അടുത്തേക്ക് യേശുവേ ഗുരോ ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ടാണ് യേശുവിനെ സമീപിക്കുക. ഒന്നും പറയാതെ, തിരിച്ചൊരു വാക്കുപോലും പറയാതെ കർത്താവ് അവരോട് പറയുന്നത്, പോയി നിങ്ങളെ തന്നെ പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുവിനെന്നാണ്. ഈ 10 കുഷ്ഠരോഗികളുടെയും വിശ്വാസത്തിൻ്റെ ആഴം മനസ്സിലാക്കി തരുന്ന ഭാഗമാണത്. നമ്മൾ പഴയ നിയമത്തിൽ നാമാൻ കർത്താവിൻ്റെ പ്രവാചകനെ തേടി വരുന്നതും പ്രവാചകൻ അവനോട് നദിയിൽ പോയി മുങ്ങി എഴുന്നേൽക്കാൻ ആവശ്യപ്പെടുന്നതെല്ലാം നമ്മുടെ ഓർമ്മയിലുണ്ട്. സമാനമായ ഒരു അനുഭവമാണ് ഇവിടെയും സുവിശേഷത്തിൽ കാണുക. ഈശോ അവരോട് പറയുന്നത്, നിങ്ങൾ പുരോഹിതന് കാണിച്ചു കൊടുക്കുക. ഒരാൾ സൗഖ്യം പ്രാപിച്ച് സമൂഹത്തിലേക്ക് പുനർചേർക്കപ്പെടണമെങ്കിൽ പുരോഹിതന്മാർ അത് അറ്റസ്റ്റ് ചെയ്യേണ്ട, അവർ സമ്മതിക്കേണ്ട ഒരു നിയമം ഉണ്ടായിരുന്നു. അതനുസരിച്ച് ഇവരെ എല്ലാവരെയും പുരോഹിതന്മാരുടെ അടുത്തേക്ക് ഈശോ പറഞ്ഞു വിടുകയാണ്. പോകുന്ന വഴിയിലാണ് ഇവരെല്ലാവരും സൗഖ്യപ്പെടുന്നത്. ഇവരാരും കർത്താവ് പറഞ്ഞ ആ നിമിഷത്തിൽ സൗഖ്യം പ്രാപിക്കുന്നില്ല. കർത്താവ് പറഞ്ഞത് അനുസരിക്കാനായിട്ട് തയ്യാറായി അവർ കർത്താവ് പറഞ്ഞതുപോലെ ചെയ്യാനായിട്ട് ആരംഭിക്കുമ്പോഴാണ് അവർക്ക് സൗഖ്യം ഉണ്ടാകുന്നത്. അനുസരണം എത്രമാത്രം തമ്പുരാൻ്റെ കണ്ണുകളിൽ പ്രധാനപ്പെട്ടതാണ് എന്ന് ഈ തിരുവചന ഭാഗം നമ്മുടെ മുമ്പിൽ വെച്ച് നമ്മോട് പറയുകയാണ്. കർത്താവ് ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മോട് ആവശ്യപ്പെടുമ്പോൾ അത് എത്രമാത്രം ലളിതമാണെങ്കിലും, എത്രമാത്രം നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്തതാണെങ്കിലും, എത്രമാത്രം മറ്റു സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അനുസരിക്കാനായിട്ട് നമ്മൾ തയ്യാറായാൽ തീർച്ചയായിട്ടും ദൈവമഹത്വം ദർശിക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് സുവിശേഷം നമ്മുടെ മുമ്പിൽ പറയുന്നു. 10 കുഷ്ഠരോഗികളും പുരോഹിതനെ കാണുവാനായിട്ട് പോകുന്ന വഴിയെ അവർ സുഖം പ്രാപിച്ചു എന്നാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുക. 14-ാമത്തെ വാക്യം അതാണ് നമ്മോട് പറയുക, പോകുന്ന വഴി അവർ സുഖം പ്രാപിച്ചു. ഇനിയാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് നടന്നു വരുന്ന മനുഷ്യരുടെ ട്വിസ്റ്റ് നമ്മൾ കാണുക. ഇവിടെ സൗഖ്യം പ്രാപിച്ച് 9 പേര് ഓടിപ്പോവുകയാണ്. നമുക്കാരെയും കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കില്ല. കാരണം അവരെല്ലാവരും വർഷങ്ങളായി തങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്ന്, കുഞ്ഞുമക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് അകന്നു കഴിയുന്നവരാണ്. തീർച്ചയായിട്ടും സൗഖ്യം ലഭിച്ചപ്പോൾ അവർ തങ്ങളേറ്റവും അധികം സ്നേഹിച്ചിരുന്നവരെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകാം. അവരെല്ലാവരും അവരുടെ ഹൃദയത്തിൽ പ്രഥമ സ്ഥാനമുണ്ടായിരുന്നവരെ തേടി ഓടുകയാണ്. ഭാര്യയായിരിക്കാം, മക്കളായിരിക്കാം, ഒരുപക്ഷെ അവർ അധ്വാനിച്ച് വളർത്തിയ കൃഷിയിടങ്ങളായിരിക്കാം, കഷ്ടപ്പെട്ട് പണിത ഭവനങ്ങളായിരിക്കാം. എന്തു തന്നെയായാലും എന്താണോ അവരുടെ ഹൃദയത്തിൽ പ്രഥമ സ്ഥാനത്തുണ്ടായിരുന്നത്, ഏറ്റവും ആദ്യത്തെ 1-ാം സ്ഥാനം കൈയടക്കിയിരുന്നത്, അത് നേടിയെടുക്കാനായിട്ട്, അത് കണ്ടെത്താനായിട്ട് അവരോടി പോകുന്നു. ഒരാൾ മാത്രം തിരികെ വരുന്നു. കാരണം അവൻ്റെ ലിസ്റ്റിൽ 1-ാം സ്ഥാനത്തുണ്ടായിരുന്നത് ഈശോയാണ്. അതുകൊണ്ട് ഈശോയെ കാണാൻ, നന്ദി പറയുവാനായിട്ട് അവൻ തിരികെ എത്തുകയാണ്. അവൻ വിജാതീയനായിരുന്നിട്ട് കൂടി കർത്താവിൻ്റെ മുൻപിലേക്ക് കടന്നു വന്ന് കർത്താവിനോട് നന്ദി പറയണമെന്ന് അവൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ മർഗരീത്ത മറിയത്തിന് കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ
മർഗരീത്ത മറിയം കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈശോയെ, നിനക്ക് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നുന്നത്, നിനക്ക് ഏറ്റവും കൂടുതൽ മനുഷ്യരെക്കുറിച്ച് വിഷമം തോന്നുന്നത് എന്ത് കാര്യത്തിലാണ്? അപ്പോൾ ഈശോ അവൾക്ക് കൊടുക്കുന്ന മറുപടി, ഞാൻ മനുഷ്യരെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് അവരുടെ നന്ദിയില്ലായ്മയെക്കുറിച്ചാണ് എന്ന് പറയുന്നുണ്ട്. മനുഷ്യരെല്ലാവരും പലപ്പോഴും നന്ദി പറയാനായിട്ട് മറന്നു പോകുന്നവരാണ്. എല്ലാവരും അല്ലെങ്കിൽ നല്ലൊരു ശതമാനം മനുഷ്യർ, പ്രത്യേകിച്ച് നമ്മൾ എല്ലാവരും നന്ദി എന്ന വാക്ക് ഉപയോഗിക്കാനായിട്ട് പലപ്പോഴും പിശുക്ക് കാണിക്കുന്നവരാണ്. എത്രമാത്രം ആ വികാരത്തെ, നന്ദി എന്ന വികാരത്തെ നമ്മൾ ജീവിതത്തിൽ കൂടെ കൂട്ടണമെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഭാഗം കൂടിയാണിത്. നന്ദി പറയാനായിട്ട് തിരികെ വന്ന മനുഷ്യൻ രക്ഷ പ്രാപിച്ചവനായിട്ടാണ് തിരികെ പോവുക. അവൻ കർത്താവിൻ്റെ മുൻപിലേക്ക് വരുന്നു. കർത്താവിന് മുമ്പിൽ, കർത്താവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് അവൻ നന്ദി പറയുകയാണ്. ഒരാൾ മറ്റൊരാളുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നത് എപ്പോഴാണ്? അവനെ ആരാധിക്കുമ്പോഴാണ്. ഇതാ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രഥമ സ്ഥാനത്തുള്ളവൻ നീയാണ് എന്നും നിൻ്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ അടിയറവ് വയ്ക്കുന്നു എന്നുള്ളതാണ് കാൽക്കൽ സാഷ്ടാംഗം പ്രണമിക്കുന്നതിൻ്റെ അർത്ഥം. ഇവിടെ ഈശോയെ പൂർണ്ണമായിട്ട് തിരിച്ചറിഞ്ഞ് തൻ്റെ ജീവിതത്തിന് മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കുന്നവൻ നീയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവൻ്റെ മുൻപിലേക്ക് കടന്നു വന്ന് അവൻ നൽകിയ സൗഖ്യം സ്വീകരിച്ച് അത് ഏറ്റുപറയാനായിട്ട്, സാക്ഷ്യമാകാനായിട്ട് ഈ മനുഷ്യൻ പരിശ്രമിക്കുന്നു. അത് അവന് രക്ഷയ്ക്ക് കാരണമാകുന്നു. ഈശോ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേരെവിടെ? കർത്താവ് നൽകുന്ന കൃപകൾ എത്രമാത്രം എണ്ണമറ്റതാണെങ്കിലും, എത്രമാത്രം ആവർത്തിക്കപ്പെടുന്നതാണെങ്കിലും, എത്രമാത്രം പിന്നെയും പിന്നെയും നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നതാണെങ്കിലും നന്ദി പറയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കർത്താവിന് എല്ലാത്തിനും കണക്കുണ്ട് എന്നുള്ളതാണ് സത്യം. നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും കർത്താവിന് കണക്കുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയ എല്ലാ കൃപകളെയും കുറിച്ച് കർത്താവിന് കണക്കുണ്ട്. അതിനെല്ലാം നന്ദി സമർപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കർത്താവിന് മുമ്പിൽ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളത് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും ലളിതമായ പഠനമാണ്. ഏറ്റവും ആദ്യത്തെ കാര്യങ്ങളിൽ ഒന്നാണ് നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളത്. ചുറ്റുമുള്ളവയോട്, ചുറ്റുമുള്ളതിനോട്, അതുപോലെ എല്ലാം സാധ്യമാക്കുന്ന തമ്പുരാൻ്റെ മുമ്പിൽ എളിമയുള്ള ഹൃദയത്തോടെ നന്ദി പറയുന്നവരാകുവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മൾ കർത്താവിന് അല്പം കൂടിയൊക്കെ തുറവയോടുകൂടി നമുക്ക് കർത്താവിന് വെളിപ്പെട്ട് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുക. പലപ്പോഴും നന്ദി പറയാനായിട്ട് നമുക്ക് സാധിക്കാതെ വരുന്നത് നമ്മുടെ ഹൃദയത്തിൽ എളിമ നഷ്ടപ്പെടുമ്പോഴാണ്. എളിമയുള്ളവർക്കാണ് നന്ദി പറയാനായിട്ട് സാധിക്കുക. ഇവിടെ വിജാതീയനായ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച വലിയ അത്ഭുതത്തിന് നന്ദി പറയാനായിട്ട് തിരികെ വരുന്നു. അവൻ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറയുന്നു. കർത്താവ് അവൻ്റെ നന്ദി സ്വീകരിക്കുകയാണ്. കർത്താവ് ചോദിക്കുന്നത്, ബാക്കി 9 പേരെവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് സാധിച്ചില്ലേ? നമ്മൾ പറയുന്ന ഓരോ നന്ദിയും, നമ്മൾ സമർപ്പിക്കുന്ന ഓരോ കൃതജ്ഞതയും ദൈവത്തെ മഹത്വപ്പെടുത്തലാണ് എന്നുള്ളതിന് ഇത് തെളിവാണ്. നമുക്ക് ലഭിച്ചതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിയുക, അതിനെപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക, ആ നന്ദി കൃതജ്ഞതയായിട്ട് പ്രകാശിപ്പിക്കുക, സാക്ഷ്യമായിട്ട് മാറുക എന്നുള്ളത് ദൈവത്തിന് മഹത്വമാകുന്ന, നമ്മളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു നന്മ തന്നെയാണ്. ഈ മനുഷ്യൻ വന്ന് നന്ദി പറയുന്നു. ഈശോ അവനോട് മറുപടി പറയുകയാണ്, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നന്ദി പറയാൻ വന്നത് വഴിയായി, എളിമയുള്ള ഹൃദയമുള്ളവനായി വന്നതുകൊണ്ട് അവൻ രക്ഷ പ്രാപിച്ച് കടന്നു പോകുന്നു. നമ്മൾ ഇതുവരെ കണ്ട മറ്റ് രക്ഷാനുഭവങ്ങളിലെല്ലാം സംഭവിച്ചത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുക. ഇവിടെ ഈ മനുഷ്യനും ഏറ്റവും മോശമായ അവസ്ഥയിലുള്ളവനായിരുന്നു. ഏറ്റവും മോശമായ അവസ്ഥയിലുള്ളവൻ. അവൻ്റെ ജീവിതത്തിൽ ഇനി എന്തെങ്കിലും നന്മയുണ്ടാകുമെന്ന്, തനിക്കൊരു വസന്തമുണ്ടാകുമെന്ന്, തനിക്കൊരു പൂക്കാലമുണ്ടാകുമെന്ന് ഒരിക്കലും അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടവരുടെ ഇടയിലേക്ക്, എല്ലാ സ്വപ്നങ്ങൾക്കും വെളിച്ചമായി, തെളിച്ചമായി, മഴയായി കർത്താവ് വരുന്നുണ്ട്. ഇവിടെ എല്ലാ പ്രതീക്ഷകളും വറ്റിവരണ്ടു പോയ ഈ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരുന്നു. എല്ലാവരും ഉപേക്ഷകളിലൂടെയാണ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത്. നമ്മൾ നേരത്തെ കണ്ടു, സക്കേവൂസ് പണത്തെ ഉപേക്ഷിക്കുന്നു, ബർത്തിമീയൂസ് അവൻ്റെ പുറംകുപ്പായി ഉപേക്ഷിക്കുന്നു, പാപിനിയായ സ്ത്രീ അവളുടെ വെൺകൽ ഭരണി ഉപേക്ഷിക്കുന്നു. അതുപോലെ ഇവിടെ എന്താണ് നമ്മുടെ ഈ 10 കുഷ്ഠരോഗികളിൽ ഒരുവനായവൻ ഉപേക്ഷിച്ചത്? ഒറ്റ ചിന്തയിൽ നമുക്കൊരു പക്ഷേ ഉത്തരം കണ്ടെത്താൻ അല്പം വിഷമായിരിക്കും. പക്ഷേ അവനും ഉപേക്ഷിച്ച ഒന്നുണ്ട്. എന്താണ്?
അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അവൻ്റെ ജീവിത പങ്കാളിയെ, മക്കളെയൊക്കെ കാണാനുള്ള അവൻ്റെ അവസരമാണ് അവൻ ഉപേക്ഷിച്ചത്. മെറ്റീരിയലായിട്ട് എന്തെങ്കിലും വസ്തുവല്ല, പണമല്ല, വെൺകൽഭരണിയല്ല, മറിച്ച് അവൻ ഉപേക്ഷിച്ചത് അവൻ്റെ ഹൃദയത്തിൻ്റെ, മനസ്സിൻ്റെ ഏറ്റവും വലിയ അടങ്ങാത്ത ഒരു ആഗ്രഹമാണ്. തൻ്റെ പ്രിയതമയെ, ഇത്രയും കാലം ഹൃദയത്തിൽ സൂക്ഷിച്ചവളെ, തൻ്റെ രക്തമോടുന്ന കുഞ്ഞുമക്കളെ, തനിക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ, തൻ്റെ സഹോദരങ്ങളെ, ഇവരെ എല്ലാവരെയും കാണാനുള്ള ഏറ്റവും വലിയ സാധ്യതയാണ് ക്രിസ്തുവിൻ്റെ മുമ്പിൽ നന്ദി പറയുവാനായിട്ട് വരുമ്പോൾ അവൻ ഉപേക്ഷിക്കുക. ഉപേക്ഷകളിലൂടെ മാത്രം സാധ്യമാകുന്നതാണ് രക്ഷയെന്ന സത്യം. കർത്താവിനെ അനുഗമിക്കാനായിട്ട് പരിശ്രമിക്കുന്നവർ, കർത്താവിനെ അടുത്തനുഗമിക്കുന്നവർ, രക്ഷയുടെ വഴികളിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നവർക്ക് ഏറ്റവും ആദ്യം ഉണ്ടായിരിക്കേണ്ടത് ഉപേക്ഷിക്കാനുള്ള ഒരു ധൈര്യമാണ്. എന്തെല്ലാമാണോ കർത്താവിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാനായിട്ടുള്ളത്, അത്രമാത്രം കർത്താവിന് വേണ്ടി ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം. എല്ലാ സ്ലിഹന്മാരും, എല്ലാ സമർപ്പിതരും, എല്ലാ വിശുദ്ധരും, എല്ലാ രക്തസാക്ഷികളും ഉപേക്ഷയിലൂടെയാണ് കർത്താവിനെ നേടിയെടുത്തത്. ഒരാളും എന്തെങ്കിലും ഉപേക്ഷിക്കാതെ ഒരിക്കലും കർത്താവിനെ സ്വന്തമാക്കാനായിട്ട് സാധിക്കില്ല. ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ശൂന്യതയിലേക്കാണ് കർത്താവ് പ്രവേശിക്കുക. എൻ്റെ ഹൃദയത്തിൽ എന്തെങ്കിലുമൊക്കെ സ്ഥാനമുണ്ട് എങ്കിൽ, പണത്തിന്, സമ്പത്തിന്, സ്ഥാനമാനങ്ങൾക്ക്, വ്യക്തിബന്ധങ്ങൾക്ക്, ഇഷ്ടങ്ങൾക്ക്, താല്പര്യങ്ങൾക്കൊക്കെ ഞാൻ ഇടം കൊടുത്ത് എൻ്റെ ഹൃദയം മുഴുവൻ ഞാൻ നിറച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ ആ ഹൃദയത്തിലേക്ക് കർത്താവിന് കടന്നു വരാനായിട്ട് സാധിക്കില്ല. എൻ്റെ ഹൃദയം എല്ലാം എടുത്ത് മാറ്റി തുടച്ച് വൃത്തിയാക്കി ഞാൻ ശൂന്യമാക്കുമ്പോൾ, ഉപേക്ഷയുടെ ഒരു അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ കർത്താവ് ആ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു. കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ നാഥനായിട്ട്, എൻ്റെ ജീവിതത്തിൻ്റെ രാജാവായിട്ട് അവരോധിച്ച് അവനെന്നും എൻ്റെ ജീവിതത്തെ നവീകരിക്കുന്നു. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ഈ മനുഷ്യൻ, 10 കുഷ്ഠരോഗികളിൽ ഒരുവനായവൻ, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടവൻ, അവൻ കർത്താവിനെ കാണാനായിട്ടുള്ള അവൻ്റെ പരിശ്രമങ്ങൾ ഉപേക്ഷിക്കുന്നില്ല. അവർക്ക് കർത്താവിൻ്റെ അരികിലേക്ക് വരാൻ സാധിക്കാതിരുന്നിട്ടും ക്രിസ്തുവിനെ തേടിയുള്ള അവൻ്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും കുറയുന്നില്ല. എന്നെങ്കിലും ക്രിസ്തുവിനെ കാണാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവൻ ജീവിക്കുന്നത്. അവൻ ക്രിസ്തുവിനെ കണ്ടെത്തുകയാണ്. അവൻ വലിയ വായിൽ നിലവിളിക്കുകയാണ്. വലിയ വായിൽ ഉറക്കെ സംസാരിച്ചു എന്നാണ് സുവിശേഷം പറയുക. കാരണം തങ്ങളെ കേൾക്കാതിരുന്നാൽ തങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സൗഖ്യാനുഭവത്തെക്കുറിച്ച് അവർക്ക് ചിന്തയുണ്ട്. അതുകൊണ്ട് 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടപ്പോൾ ഞങ്ങളിൽ കനിയണമേ എന്ന് വലിയ വായിലായിരിക്കും നിലവിളിച്ചിട്ടുണ്ടാവുക. തങ്ങളുടെ കുറവുകൾ, പോരായ്മകൾ, പ്രതിസന്ധികളൊന്നും ക്രിസ്തുവിൽ എത്തിച്ചേരുന്നതിൽ നിന്ന് അവരെ തടസ്സപ്പെടുത്തുന്നില്ല. അന്ധനായിരുന്നിട്ടും ബർത്തിമീസ് കർത്താവിൻ്റെ അടുത്തേക്ക് എത്തി. പാപിനിയായിരുന്നിട്ടും ആ സ്ത്രീ കർത്താവിനെ അന്വേഷിച്ചെത്തി. രക്തസ്രാവക്കാരിയായിരുന്നിട്ടും അവൾക്ക് കർത്താവിനെ തൊടാനായിട്ട് ഒരു തടസ്സവും ഉണ്ടായില്ല. ഇതുപോലെ കുഷ്ഠരോഗിയായിരുന്നിട്ടും ഈ മനുഷ്യർ കർത്താവിൻ്റെ അരികിലേക്ക് എത്തുകയാണ്. കർത്താവുമായിട്ട് സംസാരിക്കുന്നു, കർത്താവുമായിട്ട് ഒരു സംഭാഷണത്തിലേർപ്പെടുന്നു. അതുവഴി തങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് തങ്ങൾ കൈവരിക്കേണ്ടത് എന്ന് അവർ തിരിച്ചറിയുന്നു. ഈ മനുഷ്യൻ കർത്താവുമായിട്ട് ഒരു സ്നേഹബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നു. കാരണം അവൻ്റെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനത്ത് എന്നും ഉണ്ടായിരുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിന് മുമ്പിൽ നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് അവൻ എഴുന്നേൽക്കുന്നത് പുതിയൊരു ജീവിതത്തിലേക്കാണ്. കർത്താവിന് കൊടുക്കുന്നത് നിത്യരക്ഷയാണ്. നീയും പൊയ്ക്കൊള്ളുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് കർത്താവ് അവനോട് പറയുക. അവൻ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് സാഷ്ടാംഗം പ്രണമിച്ച് എഴുന്നേൽക്കുമ്പോൾ പുതിയ സൃഷ്ടിയായിട്ട് മാറുന്നു. നമ്മൾ ഓരോ പ്രാവശ്യവും കർത്താവിൻ്റെ മുമ്പിൽ കുമ്പിടുമ്പോൾ, നീയാണ് എൻ്റെ ജീവിതത്തിൻ്റെ നിയന്താവ് എന്ന് ഏറ്റുപറയുമ്പോൾ, നീയാണ് എൻ്റെ രക്ഷകനെന്ന് ഞാൻ ഏറ്റുപറയുമ്പോൾ പുതിയ സൃഷ്ടിയായിട്ട് ഞാൻ രൂപാന്തരം പ്രാപിക്കുകയാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 5 വിഷയങ്ങളിലൂടെ നമ്മൾ നിത്യജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കുകയായിരുന്നു. ഇവരെല്ലാവർക്കും പൊതുവായിട്ട് ചില കാര്യങ്ങളുണ്ട്. അതിലാദ്യം ഇവരെല്ലാവരും ഉപേക്ഷകളിലൂടെ കർത്താവിനെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അവർക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിരുന്ന, ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നവയാണ് അവർ ഉപേക്ഷിച്ചത്. വിധവയുടെ 2 ചെമ്പ് നാണയം കർത്താവിൻ്റെ കണ്ണിൽ ഏറ്റവും വിലയുള്ളതായിട്ട് മാറിയതിന് കാരണം അവളത് അവളുടെ ജീവിതത്തിൽ നിന്ന് മുറിച്ചു നൽകിയതുകൊണ്ടായിരുന്നു. രക്തം വാർന്ന് വേദനിച്ചുകൊണ്ട് നൽകിയതായിരുന്നതുകൊണ്ടാണ്. ഇതുപോലെ
ബർത്തിമിയൂസും സക്കേവൂസും പാപിനിയായ സ്ത്രീയും എല്ലാവരും അവരും വരുത്തിയ ഉപേക്ഷകളെല്ലാം വേദനിച്ചുകൊണ്ട് നൽകിയതായിരുന്നു. കാരണം അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് സ്വീകരിക്കാനായിട്ട് അവർ ആഗ്രഹിച്ചു. അതിനുവേണ്ടി അവർ ഉപേക്ഷകൾ നടത്തി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇവരെല്ലാവരും ഏറ്റവും മോശമായ ഒരു സമൂഹ പശ്ചാത്തലത്തിലായിരുന്നു. ആരും സ്വീകരിക്കാനില്ലാതെ, ആരും പരിഗണിക്കാനില്ലാതെ വലിയ ഹൃദയവതയിലൂടെ കടന്നുപോയവരായിരുന്നു. അവർക്കെല്ലാവർക്കും സന്തോഷമായി ആശ്വാസമായിട്ട് കർത്താവ് വരികയാണ്. ഇവരെല്ലാവരും കർത്താവിനെ കാണുന്നതിൽ പ്രതിസന്ധികളുള്ളവരായിരുന്നു, പോരായ്മകളുള്ളവരായിരുന്നു, സാധ്യതകൾ വിരളമായവരായിരുന്നു. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് അവർ കർത്താവിന് മുമ്പിലേക്ക് വന്നു. ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് കർത്താവും ഒരു ഇനീഷ്യേറ്റീവ് എടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മനുഷ്യൻ കർത്താവിനെ കാണാനായിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ദൈവം മനുഷ്യനെ കാണാനായിട്ട് 100 സ്റ്റെപ്പ് എടുക്കുന്നു എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ കർത്താവിൻ്റെ ഭാഗത്തുനിന്ന് അവരെ കാണുവാനും അവരെ സ്വീകരിക്കാനും ഒരു തയ്യാറെടുപ്പ് ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അതവർക്ക് ഒരു നവീകരണത്തിനും ഒരു പുതുജീവിതത്തിനും കാരണമായി. എന്നേക്കും നിലനിൽക്കുന്ന വലിയ കൃപ അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാനും നിത്യരക്ഷയുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നവരാകാനും എന്നും ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നവരാകാനും അവർക്ക് സാധിച്ചു. ബർത്തിമിയൂസ് കർത്താവിനെ അനുഗമിച്ചു എന്നാണ് സുവിശേഷം കാണിക്കുക. എല്ലാവരും, ഈ 5 പേരും ജീവിതകാലം മുഴുവൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരും അതിനുശേഷം നിത്യരക്ഷ അനുഭവിക്കുന്നവരുമായിട്ട് മാറി എന്നുള്ളത് നമുക്ക് ഇവരെ കൂടുതൽ ധ്യാനിക്കാനും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളൊക്കെ വരുത്തി ഈ നിത്യരക്ഷാനുഭവത്തിലേക്ക് നമ്മളെ തന്നെ കൊണ്ടുവരുവാനും സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ 5 വ്യക്തികളിലൂടെ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ നിത്യരക്ഷയെക്കുറിച്ച് ധ്യാനിക്കുകയായിരുന്നു. അന്ധനായ ബർത്തിമിയൂസും ചുങ്കക്കാരനായ സക്കേവൂസും പാപിനിയായ സ്ത്രീയും രക്തസ്രാവക്കാരിയും അതുപോലെ കുഷ്ഠരോഗിയായ മനുഷ്യനുമെല്ലാം സമൂഹത്തിലെ ഏറ്റവും പിന്നാമ്പുറങ്ങളിൽ ജീവിച്ചവരായിരുന്നു. പക്ഷേ നീ അവരെ സൗഖ്യം നൽകി, രക്ഷ നൽകി, ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേദിയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചു. എത്രമാത്രം സങ്കടങ്ങളിലൂടെ അവർ കടന്നുപോയെങ്കിലും നീ അവർക്ക് പ്രതീക്ഷയായിട്ട് മാറി. എത്രമാത്രം വേദനകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം അവർക്ക് നന്മയ്ക്ക് കാരണമായിട്ട് മാറി. എല്ലാവരും അവരെ ഉപേക്ഷിച്ചപ്പോഴും നീ അവരെ ഉപേക്ഷിച്ചില്ല. അവർക്കൊരിക്കലും അവരുടെ ജീവിതം ഒരു നഷ്ടമായിട്ട് മാറിയില്ല. എല്ലാവർക്കും മാതൃകയാക്കാൻ സാധിക്കുന്ന വലിയ സന്തോഷത്തിൻ്റെ, രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നീ അവരെ ഉപയോഗിച്ചു. കർത്താവായ ഈശോയെ, എൻ്റെ എല്ലാ കുറവുകളോടും കൂടി, ബലഹീനതകളോടുകൂടി, പോരായ്മകളോടുകൂടി ഞാൻ എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, നിൻ്റെ നിത്യരക്ഷാനുഭവത്തിലേക്ക് എന്നെയും സ്വീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് നീ മാറ്റിവെച്ച രക്ഷ എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ, അതിനോട് ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് ജീവിക്കുവാൻ, ജീവിതകാലം മുഴുവൻ രക്ഷപ്പെട്ടവനായിട്ട് ജീവിക്കുവാൻ, രക്ഷിക്കപ്പെട്ടവനായിട്ട് ജീവിക്കുവാൻ കർത്താവെ എന്നെയും എൻ്റെ കൂടെയുള്ളവരെയും എൻ്റെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.